ഖലീൽ ജിബ്രാൻ്റെ മനുഷ്യപുത്രനായ യേശു എന്ന പുസ്തകത്തിൽ ഒരു ധനികനായ മനുഷ്യൻ യേശുവിനെ ഓർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ എല്ലാ വാതിലുകളും ജനാലകളും കാലപ്പുഴക്കത്തിന് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു. അവൻ പണി ചെയ്തതൊഴികെ അവ മാത്രം കാറ്റിനും മഴയ്ക്കുമെതിരായി സുശക്തമായി നിലകൊള്ളുന്നു. ഈ മരക്കഴകൾ അവൻ എങ്ങനെയാണ് സ്ഥാപിച്ചതെന്നറിയില്ല. ഈ ആണികൾ എങ്ങനെ ഇത്ര ഭദ്രമായി ഉറപ്പിച്ചുവെന്നും. ഏറ്റവും വിചിത്രമായത് അതൊന്നുമല്ല. 2 തൊഴിലാളികളുടെ അധ്വാനം കാഴ്ചവെച്ച അവൻ ഒരാളുടെ വേതനം മാത്രം സ്വീകരിച്ചു. ആ തൊഴിലാളി ഇപ്പോൾ ഇസ്രായേലിലെ ഒരു പ്രവാചകനായി കരുതപ്പെടുന്നു. വാളും മുഴക്കോലും ഒക്കെ കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരൻ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തോട് അധ്വാനിക്കാനല്ല, എന്നോട് സംസാരിക്കാൻ ഞാൻ യാചിച്ചേനെ. ഇപ്പോൾ അനേകം പേർ എൻ്റെ ഭവനത്തിലും പാടത്തും പണിയെടുക്കുന്നുണ്ട്. പണിയുരുപ്പിടികൾക്ക് മേലെ സ്വന്തം കരം പതിയുന്നവനിൽ നിന്ന് ദൈവത്തിൻ്റെ കരം പണിയുന്നവനെ എങ്ങനെയാണ് വേർതിരിച്ചറിയുക? അതെ, ഞാൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരം അറിയുക? ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുക സ്വർഗരാജ്യത്തെപ്പറ്റി 2-3 ഉപമകൾ പറയുന്ന, വ്യത്യസ്തങ്ങളായ ഉപമകൾ പറയുന്ന ക്രിസ്തുവിനെയാണ്. ആദ്യത്തേത് സ്വർഗരാജ്യത്തെ ക്രിസ്തു ഉപമിക്കുക ഒരു വയലിൽ നിധി കണ്ടെത്തിയ ഒരു മനുഷ്യനോടാണ്. അദ്ദേഹം തനിക്കുള്ള മറ്റെല്ലാം വിറ്റ് ആ നിധി ഉള്ള വയൽ സ്വന്തമാക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ പുസ്തകഭാഗത്തിൽ ക്രിസ്തു തൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടും, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ക്രിസ്തു വന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചറിയാനായിട്ട് പറ്റാതെ പോയ, അദ്ദേഹം ഒരു മഹാനായ പ്രവാചകനായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റാതെ പോയ ഒരു ധനികനായ യുവാവിൻ്റെ ഒരു വിലാപമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അത് ക്രിസ്തുവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണിയെടുക്കാനല്ല, മറിച്ച് ദൈവത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവചിക്കാനൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു. ഈ നമ്മൾ കേട്ട സുവിശേഷ ഭാഗത്തെ പോലെയാണ്. അതായത് നിധിയുള്ള വയൽ തിരിച്ചറിയാതെ പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ മഹത്വം തിരിച്ചറിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നിധി പോലെ നമ്മൾ കരുതേണ്ട ചില മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ നിധി തന്നെയായ ചില മനുഷ്യരുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളത് കണ്ടെത്താതെ പോകുന്നു. ഒരിക്കൽ വേദപാഠ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു +2കാരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ബ്രദറെ, എന്താണ് നമ്മൾ ഈ നന്മകളൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും തിന്മകൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് മാറുക? കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമായിട്ട് തോന്നും. എന്തുകൊണ്ടാണ് ഈ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിന്മയായിട്ട് മാറുക? നമുക്ക് ഇന്ന് വായിച്ചു കേട്ട ഉപമയോടൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന നന്മകളെ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ, നമ്മൾ മുറുകെ പിടിക്കുന്ന ദൈവത്തെ ഒക്കെ നിധിയായിട്ട് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് നിധിയാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരു നിധിയെ സ്നേഹിക്കുന്നത് പോലെ, നിധിയാണെങ്കിൽ നമ്മൾ വിലമതിക്കുന്നത് പോലെ വിലമതിക്കാതെ പോകുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് നിധിയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അത് നിധിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മഹത്വമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു എഫേർട്ടും ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ, ആരുടെയും നിർബന്ധങ്ങളില്ലാതെ നമുക്കതിനെ സ്നേഹിക്കാനായിട്ട് പറ്റും, അതിനെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈശോ ഈ സ്വർഗരാജ്യത്തെ ഒരു നിധിയോട് ഉപമിക്കുക. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ മനുഷ്യൻ തനിക്കുള്ള മറ്റെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുകയാണ്. മറ്റെല്ലാം, അതായത് അദ്ദേഹത്തിനുള്ള മറ്റെല്ലാ സ്വത്തും വിറ്റാലും അതിനേക്കാൾ മഹത്വമുള്ളതാണ് താൻ സ്വന്തമാക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ താൻ കണ്ടെത്തിയ നിധി എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തെ മറ്റെല്ലാം ഉപേക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഈ സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്: നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലുള്ള മറ്റു പലതും ഉപേക്ഷിച്ച് എന്നെ സ്വന്തമാക്കാനായിട്ട് തയ്യാറാണോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്നെ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്കുള്ള മറ്റു പലതും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണോ? ഞാൻ തയ്യാറാണ് എന്ന് സന്തോഷത്തോടെ നമുക്ക് പറയാനായിട്ട് പറ്റണമെങ്കിൽ ക്രിസ്തുവിനെ ഒരു നിധിയായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ക്രിസ്തുവിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചേർന്നിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നിധിയായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുമ്പോഴാണ് നമുക്കതിനെ വിലമതിക്കാനായിട്ട് പറ്റുക. അല്ലെങ്കിലും പലപ്പോഴും നമ്മൾ കൂടെയുള്ളതിൻ്റെ, നമ്മളോടൊപ്പം ഉള്ളതിൻ്റെ വാല്യമാണ് പലപ്പോഴും തിരിച്ചറിയാതെ പോവുക. വയലിലെ നിധി പുതിയതായിട്ട് ആരോട് കൊണ്ടുപോയിട്ടതല്ല, അത് അവിടെ തന്നെ വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മളൊരു സമയത്ത് കണ്ടെത്തുകയാണ്. അതുപോലെ ചിലപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് കാലമായിട്ടുള്ള ആളുകൾ, നമ്മുടെ കൂടെയുള്ള ചില നന്മകൾ ഒക്കെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നിധിയായിട്ട് തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴെങ്കിലും മറ്റെല്ലാം ഉപേക്ഷിച്ച് അതിനെ മുറുകെ പിടിക്കാനായിട്ട്, അതിനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതാണ് ഇന്ന് ക്രിസ്തു സുവിശേഷത്തിലൂടെ നമ്മളോട് സ്നേഹപൂർവ്വം പറയുക. സ്വർഗരാജ്യമാകുന്ന നിധിയെ കണ്ടെത്തി കഴിയുമ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് അതിനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പഴയ നിയമത്തിൽ ഒരിടത്ത് നമ്മൾ വായിക്കും,
ദൈവത്തിലേക്ക് യൂഥത്തിൽ തന്നെ എത്തുന്നവർ എത്രയോ ഭാഗ്യമുള്ളവർ. ഇതിനെ നമ്മൾ ഈ വചനത്തോട് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എത്രയും നേരത്തെ നമുക്ക് നീതി കണ്ടെത്താനായിട്ട് പറ്റുന്നോ അത്രയും കൂടുതൽ കാലം ആ സന്തോഷത്തിൽ, ആ നന്മയിൽ, ആ ആഹ്ലാദത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആ നീതി കണ്ടെത്തുന്നവരായിട്ട് മാറട്ടെ, അതിനെ മുറുകെ പിടിക്കാനായിട്ട് മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നവരായിട്ട് മാറട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെ നമ്മൾ വായിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനം യേശു ഇങ്ങനെ കൂട്ടിച്ചേർക്കും, ഈ സ്വർഗ്ഗരാജ്യം കണ്ടെത്തുന്ന നിയമജ്ഞർ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നല്ലതും ചീത്തയൊക്കെ വേർതിരിക്കുന്ന മനുഷ്യന് തുല്യനാണ്. നമുക്കും ഈ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, പുതിയ ചിലതൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.